ഏഴാമത് കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിലെ അംഗങ്ങളുടെ പ്രഥമ സംഗമം കായംകുളത്ത് നടന്നു. ജില്ലാ സെക്രട്ടറി ടി തിലകരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഏഴാമത് കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ അംഗങ്ങളുടെ പ്രഥമ സംഗമം കായംകുളം KPC ഓഡിറ്റോറിയത്തിൽ നടന്നു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് G സന്തോഷ് കുമാർ സംഗമത്തിൽ അധ്യക്ഷത വഹിച്ചു. എല്ലായിടത്തും ഗ്രന്ഥശാലകളുണ്ട്. കേരളത്തിൽ മാത്രമല്ല ഗ്രന്ഥശാല പ്രസ്ഥാനമുള്ളത്. പക്ഷേ ഇത്രമാത്രം വ്യവസ്ഥാപിതമായിട്ട് ഇത്രമാത്രം ജനാധിപത്യപരമായിട്ട് ഗ്രന്ഥശാല പ്രസ്ഥാനം നടത്തുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ത്യക്ക് വെളിയിൽ ഗ്രന്ഥശാലയുണ്ട്. ഇതിനേക്കാൾ മുന്തിയ ഗ്രന്ഥശാലകളുണ്ട്. പക്ഷേ അവിടുത്തെ പ്രവർത്തനം നടത്തി ചിലപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും. അതിന്റെ ഭാരവാഹികൾ എന്ന് പറയും സർക്കാർ ഉദ്യോഗസ്ഥരായിരിക്കും അത്തരം സ്ഥലങ്ങളിലെ ഗ്രന്ഥശാലയുടെ ഭാരവാഹികൾ. പക്ഷേ ഇന്നോ നമ്മുടെ നാട്ടിലെ സാധാരണപ്പെട്ടവൻ ഗ്രന്ഥശാല പ്രവർത്തനത്തിന്റെ ഭാഗമാകും. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ ഒട്ടനവധി ഒത്തുചേരലിന്റെയും കൂടിച്ചേരലിന്റെയും ആയിരുന്നു നമ്മൾ ഇന്ന് കാണുന്ന വളർച്ച. ഇന്ത്യൻ ദേശീയതയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യൻ ദേശീയത ഉണ്ടായെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ദേശീയത എങ്ങനെ ഉണ്ടായതാണോ? ഇന്ത്യൻ ദേശീയത അങ്ങനെ ഉണ്ടായതല്ല. സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഇല്ലേ? നേരത്തെ ദേശീയത ഉണ്ടായി. തിരുവിതാംകൂർ ദേശീയതായിരുന്നു. മലബാറിന്റെ ദേശീയതായിരുന്നു. തിരുക്കൊച്ചി ദേശീയതായിരുന്നു. ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടത് പല ഘടകങ്ങളുടെ ഒത്തുചേരലിന്റെ കൂടിച്ചേരലിന്റെ ആയിരുന്നു ഇന്ത്യൻ ദേശീയത രൂപപ്പെട്ടത്. പക്ഷെ ഇന്ത്യക്ക് ഇന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഒരു ദേശീയത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെതിരെയൊക്കെ ശബ്ദിക്കുവാൻ വേണ്ടി ഇവിടുത്തെ ചെറുപ്പക്കാരെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനമാകണം ഗ്രന്ഥശാല പ്രസ്ഥാനം. ലഹരിക്ക് അടിമയാകുന്ന കുട്ടികളെ നമ്മൾ ശാസിക്കുവാനോ അടിക്കൊള്ളിക്കുവാനോ ഒന്നും പോകാതെ അവരെ അതിന് എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. ഈ ലഹരി കൊണ്ടുവരുന്നവരെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ലഹരി എവിടെ നിന്ന് വരുന്നു, എങ്ങനെ ഈ കുട്ടികളുടെ എത്തുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ജില്ലാ പദ്ധതിയുടെ ഭാഗമായി അടുത്ത 7ാം ജില്ലാ കൗൺസിൽ വരുമ്പോൾ ലഹരി വിരുദ്ധത്തിനായിട്ട് അമ്മമാർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ക്ലാസ് വെക്കുകയും അവരെ അത് ബോധവൽക്കരിക്കുകയും ചെയ്തു. ഇവരെയൊക്കെ ഇതിൻ്റെയൊക്കെ അടിമയാണ് എന്ന് തിരിച്ചറിയുവാനും അവരെ ലഹരിക്ക് എതിരായി ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്ന മഹാപ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ ആ അർത്ഥത്തിൽ ഞാനും നിങ്ങളുമൊക്കെ ഉണർന്ന് പ്രവർത്തിച്ചാൽ കേരളത്തെ ലഹരി വിമുക്ത കേരളമാക്കി മാറ്റുവാൻ കഴിയുമെന്ന ഒരു നിശ്ചയദാർഢ്യം എനിക്കും നിങ്ങൾക്കും നാം ഓരോരുത്തർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ജില്ലാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയുവാനുള്ളത്. പക്ഷേ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നത് ചുരുങ്ങിയ കാലയളവ്, എത്രയോ വർഷം നമ്മളിത് ജീവിച്ചിരിക്കും. പക്ഷെ എത്ര വർഷം ജീവിച്ചിരുന്നാലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന സമാധാനം നമുക്കുണ്ടാകുവാൻ തീർച്ചയായും ഈ ഗ്രന്ഥശാല പ്രവർത്തനം ഇന്നലകളിൽ അത് കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്, നാളെയും കഴിയും. അതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ അല്പം കഷ്ടതകൾ സഹിച്ചായാലും നടത്തിയെടുക്കുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. എക്സിക്യൂട്ടീവ് മെമ്പർ R വിജയകുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടറി T തിലകരാജൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി CNN നമ്പി 2024-2025 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും ബജറ്റും അവതരിപ്പിച്ചു. ജില്ലാ കൗൺസിൽ അംഗവും കായംകുളം നഗരസഭാ ചെയർപേഴ്സണുമായ P ശശികല, ഡോക്ടറേറ്റ് ലഭിച്ച അനുജ വിജയൻ, ലക്ഷ്മി ശേഖർ, താലൂക്കിലെ മികച്ച ലൈബ്രറിയനായ T അമ്പിളികല എന്നിവരെ ആദരിച്ചു. മുഞ്ചനാട് രാമചന്ദ്രൻ, O ഹാരിസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. KK അനിൽകുമാർ ചർച്ച നയിച്ചു. ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും കണക്കും ബജറ്റും അംഗീകരിച്ചു. താലൂക്ക് കൗൺസിൽ സെക്രട്ടറി CNN നമ്പി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി N രാമചന്ദ്രൻ നായർ നന്ദിയും പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സ്വപ്ന പദ്ധതിയായ വായനാ വസന്തം വീട്ടിലേക്കൊരു പുസ്തകം എന്ന പദ്ധതി വിജയിപ്പിക്കാനുള്ള പ്രമേയം കൗൺസിൽ അംഗീകരിച്ചു. CDNet ന്യൂസ്, കായംകുളം.